ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് ക്രോഷ്യ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഈ ക്രോഷ്യ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കൾക്കാണെങ്കിലും ഷൂ, ബാഗ്, അതുപോലെ തന്നെ എന്ത് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് ഈ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് നമ്മളിന്ന് ഇതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളിതിൻ്റെ വീഡിയോസ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചെടുക്കും. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് ഇതിൻ്റെ ക്രോഷ്യയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ക്രോഷ്യ നമുക്ക് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് മെയിനായിട്ട് നമുക്ക് ത്രെഡ് വേണം. അപ്പോൾ ഇത് നമുക്ക് സ്റ്റേഷനറി കടയിൽ അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടും. ഇതിൻ്റെ കുറച്ച് കനം കൂടിയതും ഉണ്ട്, അതുപോലെ തന്നെ കനം കുറഞ്ഞതും ഉണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് പഠിക്കാൻ കനം കുറഞ്ഞത് മതി. ഒരു 15 അല്ലെങ്കിൽ ഒരു 18 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ത്രെഡ് നമുക്ക് കിട്ടും. ഇനി ഷോപ്പിൽ പോയി വാങ്ങാൻ പറ്റില്ല വെച്ചെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ഈ ഒരു ത്രെഡ് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടതാണ് എന്താ പറയുക, ഇതിൻ്റെ മെയിനായിട്ടുള്ള ഈ ഹുക്ക്. ഇതുണ്ടെങ്കിലാണ് നമുക്ക് ക്രോഷ്യ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുള്ളത് 3mm ഹുക്കാണ്. ഇതിൽ തന്നെ നമുക്ക് 4mm, 5mm, 6mm എല്ലാ നമുക്കിതിൽ വരുന്നുണ്ട്. ഇത് ഞാൻ ഇതേപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാതും അടങ്ങിയിട്ടുള്ള ഒരു ബിഗിനേഴ്സ് കിറ്റ് ചിലപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ മീഷോ അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ ഓരോന്നായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ മേടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ക്രോഷ്യയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എടുത്തിട്ടുള്ളത് 3mm ഹുക്കും അതുപോലെ തന്നെ ഈ ഒരു ത്രെഡുമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യം ഇങ്ങോട്ട് മടക്കുക, അതായത് നമ്മൾ ഊരാക്കുടുക്ക് എന്നൊക്കെ പറയും, അങ്ങനെ ഒരു ഊരാക്കുടുക്ക് ഇടണം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ചെറിയ ഭാഗം ഇവിടെ വെച്ചിട്ട് അതിൻ്റെ വലിയ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കുക. കണ്ട, ഇങ്ങോട്ട് മടക്കിയിട്ട് വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരുന്നതാണ്. ഇങ്ങോട്ടേക്ക് മടക്കുക, അതിൻ്റെ ആ വലിയ ഭാഗം ഉള്ളിലേക്ക് കൊടുത്തിട്ട് അതങ്ങോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ അതവിടെ അങ്ങനെ ഊരാക്കുടുക്കായിട്ട് അങ്ങനെ കിടക്കും. മനസ്സിലായ? കണ്ട, അതുകൊണ്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതവിടെ ശരിയായി. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒരു വട്ടം കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വീഡിയോസ് കണ്ടിട്ട് അതുപോലെ ചെയ്തെടുത്താൽ മതി. ആദ്യം നമ്മൾ ഇങ്ങോട്ടേക്ക് മടക്കുക, എന്നിട്ട് അതിൻ്റെ വലിയ ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ കൊടുത്തിട്ടാണ്ട് വലിച്ചെടുക്കുക. കണ്ട മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്കത് ചെറുതാക്കാൻ പറ്റും, വലുതാക്കാൻ പറ്റും, ഒക്കെ പറ്റും. നമുക്കിപ്പോൾ ചെറുതാണ് വേണ്ടത്. ആ ഹുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കാനുള്ള ഒരു വലുപ്പത്തിലുള്ള അത്രയും നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ആക്കണം. കണ്ട, അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതവിടെ ടൈറ്റ് ചെയ്ത് ഇരിക്കാവുന്ന രീതിയിൽ വേണം നമ്മളത് ടൈറ്റ് ചെയ്യാൻ. കണ്ട, അത്രയും ടൈറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനിയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാൻ പോണത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ശ്രദ്ധിച്ചോണ്ട്. അപ്പോൾ അതിൻ്റെ ആ ത്രെഡിൻ്റെ വലിയൊരു ഭാഗമുണ്ട്. ആ വലിയ ഭാഗം ഇതുപോലെ അങ്ങനെ അകത്തി പിടിക്കുക, അതായത് നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കുക. ലൂസായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. കണ്ട, അപ്പം നിങ്ങൾ വീഡിയോസിൽ കാണുന്ന പോലെ നിങ്ങൾ ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതായത് നമ്മുടെ ഏറ്റവും വലിയ വിരലുണ്ട്, ചൂണ്ട വിരലുകൊണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഈ ഹുക്ക് അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കൊടുന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. കണ്ട, ഇതേപോലെയാണ് ചെയ്യേണ്ടത്. അതായത് ഒന്നും കൂടെ കണ്ടോ, ഇത് ഇങ്ങനെ കൊടുന്ന് ആ വലിച്ച് പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും വലിച്ചു പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോഷ്യൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചു തരുന്നത്. അതായത്
ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്കൊരു ചങ്ങല പോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ചങ്ങല പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസിൽ ഓരോ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോസിൽ നമ്മൾ കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഫസ്റ്റ് തുടക്കം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നത്. അതായത് ഒരു ചങ്ങല വലുപ്പത്തിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കണം. അപ്പോൾ അത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ആ ടൈറ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ പിടിച്ച് നമ്മൾ ആദ്യം ഊരാക്കുടുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ വീണ്ടും നമ്മൾ വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോഷ്യയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരു വീഡിയോസിൽ നമ്മൾ ഇതാണ് കാണിച്ചു തരുന്നത് കാരണം ഇതിൻ്റെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൽ കൂടെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ ഒന്ന് ആകെ വേദനിക്കും. നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് ചെയ്യുക എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചിട്ട് ഓരോ സ്റ്റെപ്പ് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത്. അപ്പം നമ്മൾ ബാഗാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ, എന്തൊരു സാധനം ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതിങ്ങനെ മുടഞ്ഞ പോലെ നമുക്ക് ചങ്ങലായിട്ട് നമുക്ക് കിട്ടണം. അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് നന്നായി മനസ്സിലായി എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ നന്നായി വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്താൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണിച്ചു തരുന്നത്. എല്ലാം കൂടായി കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആകും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോസിൽ ഊരാക്കുടുക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അതിന് ഇംഗ്ലീഷ് വാക്കൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഊരാക്കുടുക്ക് പോലെ ഒരു സംഭവം ഞാൻ ഈ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ചങ്ങല പോലെ. അപ്പോൾ ആ ചങ്ങല പോലെ ചെയ്യുക എങ്ങനെയെന്നുള്ളതും ഞാൻ ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു 2 സംഭവമാണ് ഞാൻ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കണുള്ളൂ. അത് നന്നായിട്ട് ഒരു 5-3 പ്രാവശ്യം കുറേ വട്ടം ഇത് ചെയ്ത് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഈ സ്റ്റെപ്പ് മനസ്സിലാവാണ്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാകും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ട് ഒരു 4-5 പ്രാവശ്യം ചെയ്ത് പഠിക്കുക. ഒരു വട്ടം കൊണ്ട് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ചെയ്യുമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാണാനും മറ്റുള്ളവർ ചെയ്യണത് കാണുമ്പോഴൊക്കെ നല്ല സിമ്പിളായിട്ട് തോന്നും. നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ ഒരു ബുദ്ധിമുട്ട്. നമ്മളൊരു 5-6 എണ്ണമൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബീഡ്സിൻ്റെ ബാഗാണെങ്കിലും ക്രോഷ്യയുടെ ആണെങ്കിലും നമ്മൾ സ്റ്റെപ്പായിട്ട് തന്നെയാണ് ഓരോന്ന് പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫീസും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളും മനസ്സിലാവും. ഇതിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ വേദനിക്കും. അതൊന്നും കാര്യമില്ല, നമുക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ തന്നെ ട്രൈ ചെയ്യും. നമുക്കിത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, പഠിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് സഹിച്ചാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പം അതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 സ്റ്റെപ്പും വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നിങ്ങൾ ചെയ്ത വർക്കും നമുക്ക് മെസ്സേജ് അയച്ചിട്ട് കാണിച്ചു തരിക. കാരണം അത്രയും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, വീണ്ടും വീഡിയോസ് കണ്ടിട്ട് ചെയ്ത് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്തിട്ടുള്ള സംഭവം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വിടുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സും അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോസായിട്ട് ചെയ്യണതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്ത് വീഡിയോസാണ് വേണ്ടത്, എന്താണ് വേണ്ടത് എന്നൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യണതാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്കും അടിക്കുക, എല്ലാം ചെയ്യുക. ആരെങ്കിലും അറിയണവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ക്രോഷ്യ പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ
നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.